എനിക്ക് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഈ റിഫയുടെ ഉപ്പയെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആ മനുഷ്യൻ ഈ റിഫയുടെ കബറിന്റെ അടുത്താണ് എപ്പോഴും ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മകനെ വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെന്ന്. പെൺകുട്ടി സഹിച്ച, പെൺകുട്ടി ഏറ്റ പീഡനം, യാതന. ഈ മാനാസിന്റെ ഉപ്പയുണ്ടല്ലോ, അയാൾ ഒരു തങ്കം പോലത്തെ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാനാസിന്റെ നാട്ടിലെ ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾ അവനെ പിടിച്ചടിക്കാത്തതിന്റെ ഒറ്റ കാരണം ആ ഉപ്പയാണ്. മാനാസ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അയാൾ ജുവൈനൽ ജസ്റ്റിസിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു ക്രൈമിന്റെ ഭാഗമായി ഈ അടിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എല്ലാം പറയും. റിഫയുടെ ഏതോ ഒരു അവിഹിതം മെഹനാസ് പൊക്കി എന്നുള്ള ഒരു കേസ് നമ്മള് അവിഹിതങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിലപ്പോ മനഃപൂർവ്വം ഇവൻ തന്നെ ഒരു ഹണി ട്രാപ്പ് ഒരുക്കുന്നുണ്ടാകാം. ഈ മെഹനാസ് ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? മാനാസ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അയാൾ, എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച്, അയാൾ ജുവൈനൽ ജസ്റ്റിസിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു ക്രൈമിന്റെ ഭാഗമായിരുന്നു. ഒരു മോഷണമായിരുന്നു എന്നുള്ളതാണ്. ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതിന്റെ എവിഡൻസ് ഒന്നുമില്ല, പക്ഷെ അത് അയാൾക്ക് പോലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിലൊക്കെ നമ്മളിപ്പോ ദുബായിൽ വെച്ച് റിഫ മരിക്കുന്നതിന് മുന്നേ മൂന്നാറിൽ വെച്ചിട്ട് റിഫയുടെ ഏതോ ഒരു അവിഹിതം മെഹനാസ് പൊക്കി എന്നുള്ള ഒരു കേസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അത് സത്യമാണോ? ചിലപ്പോ ഈ പറയുന്നതൊക്കെ ഇപ്പോ എന്താ ഈ സഫയെ കുറിച്ചിട്ട് മെഹനാസ് പറയുന്ന ഒരു ടോൺ, സഫക്ക് അവഹിതം ഉണ്ടായെന്നുള്ളതാണ്. റിഫയെ കുറിച്ചിട്ട് എന്താ മെഹനാസ് പറഞ്ഞത്? റിഫക്ക് അവഹിതം ഉണ്ടായെന്നുള്ളതാണ്. സഫ മാനാസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സഫ പറഞ്ഞ കാര്യം എന്താ? ഒരാണിനെ തല്ലുന്നത് പോലെ എന്നെ തല്ലുന്നു എന്നുള്ളതാണ്. എന്താണ് റിഫ അവസാനമായിട്ട് പറഞ്ഞ ശബ്ദ സന്ദേശങ്ങളിലുള്ളത്? ഒരാണിനെ തല്ലുന്നത് പോലെ തല്ലുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ പറയുന്നത് പോലെ വെൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സംഭവമായി കൂടാ എന്നില്ലല്ലോ. നാളകളിൽ നിന്ന് ഇവർ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ആ വേർപിരിഞ്ഞതിൽ നിന്ന് ജനങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന കാരണം, ഇന്ന വിഷയത്തിന്റെ പേരിൽ ഞാൻ അവരെ ഒഴിവാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇയാൾ തന്നെ ചെയ്തുണ്ടാക്കിയ കെട്ടുകഥകളാണെങ്കിലും അങ്ങനെ സംശയിച്ചുകൂടെ? ഖാദർക്ക് ഇപ്പൊ ഇത്രയും അന്വേഷിച്ച ആ കേസിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇക്കാട് ഒരു കണ്ടുപിടിച്ചതിൽ നിൽക്കാക്ക് എന്താ മനസ്സിലാവുന്നത്? ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ സഫ പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ, അവിഹിതങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന പോയിന്റ് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഞാനത് ഉൾക്കൊള്ളുകയാണ്. കാരണം അമ്മാതിരി ക്രിമിനലാണ് ഇവൻ. കാരണം ഇവനിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ ഏത് പെണ്ണും ചിന്തിക്കും. നിങ്ങൾ ഈ വിഷയത്തിന്റെ എല്ലാ ഫാക്ട് മനസ്സിലാക്കിയല്ലേ? നിങ്ങളുടെ ഭർത്താവായിരുന്നു മെഹനാസെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാനെന്തെങ്കിലും ചട്ടി എടുത്ത് തലക്കടിച്ചാണ്, എനിക്കറിയാൻ പാടില്ല. അയാൾ ഉപേക്ഷിക്കുമായിരുന്നോ? ഉറപ്പായിട്ടും. നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഡാറ്റ തരാതെ നിങ്ങൾ ആ വിഷയം വിശ്വസിക്കില്ല. ഒരിക്കലുമില്ല. ആ ഡാറ്റ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പെണ്ണും അവന്റെ അടുത്ത് നിൽക്കില്ല. ഉറപ്പായിട്ടും നിൽക്കില്ല. പിന്നെ ഇവൻ എന്തും ചെയ്യും. ഇവൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യും, നമ്മളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ പകർത്താൻ ശ്രമിക്കും. ചിലപ്പോൾ മനഃപൂർവ്വം ഇവൻ തന്നെ ഒരു ഹണി ട്രാപ്പ് ഒരുക്കുന്നുണ്ടാകാം. വളരെ മോശമായ ചിന്തകളിലുള്ള ഒരാളാണ്. അതിനുവേണ്ടി റിഫയെ ഉപയോഗിച്ചതാവാം, ഹണി ട്രാപ്പിന് വേണ്ടി റിഫയെ ഉപയോഗിച്ചതോ എന്തോ ആയിരിക്കാം. പക്ഷെ ഞാൻ അറിയുന്ന റിഫ, ഞാൻ പഠിച്ച റിഫ, ഞാൻ കേട്ട റിഫ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം അതേ ഒരു വേയിലൂടെ ആയിരിക്കില്ലേ സഫയും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ സഫയോട് കാര്യങ്ങൾ ചോദിച്ചാൽ സഫ എങ്ങനെ ജീവിച്ചു, സഫ എങ്ങനെ സർവൈവ് ചെയ്തു ചോദിച്ചാൽ അന്വേഷിക്കുന്നുണ്ട്. ഇക്കാനോട് പറഞ്ഞ കാര്യങ്ങൾ ഡാറ്റ എടുക്കുന്നുണ്ട്. സഫ റിഫ ഇത് രണ്ടും ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സഫ അല്ല റിഫ, പക്ഷെ റിഫ കടന്നുപോയ വഴിയിലൂടെ സഫ പോയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് റിഫയും സഫയും ഒരുപാട് ദൂരമുള്ള രണ്ടുപേരാണ്, രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. കാരണം റിഫ ദുബായിലേക്ക് പോയത് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഒരു പെണ്ണ്, നിങ്ങളൊന്ന് ആലോചിക്കുക, അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൾ എത്ര വേദനയോട് കൂടിയിട്ടായിരിക്കും ആ ആത്മഹത്യ, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രൈമിലേക്ക് അവൾ പോകുന്നത്. അവളുടെ എല്ലാ ജീവനായിട്ടുള്ള ഒരു മകൻ, അസാനു എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അങ്ങനെ ഒരു മകൻ അവിടെ ഉണ്ട്. ആ പെൺകുട്ടി ഈ നാട്ടിൽ നിന്ന് പോയത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാ. ആ പെൺകുട്ടി ജോലി എടുത്തിട്ടാണ് ഈ മാനാസിനെ സംരക്ഷിച്ചത്. അപ്പൊ അങ്ങനെ പോയൊരു പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും.
ആ പെൺകുട്ടിയുടെ ബാഡ് കാണുന്നതിനപ്പുറത്ത് ആ പെൺകുട്ടി തരണം ചെയ്തിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുന്നത് വഴികൾ കാണുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് ആ ഫാമിലിയായിട്ട്. എനിക്ക് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഒരു സാഹചര്യം മനസ്സിലാവും, ഉറപ്പായിട്ടും ആ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് റിഫയുടെ ഉപ്പയെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യൻ ഈ റിഫയുടെ ഖബറിന്റെ അടുത്താണ് എപ്പോഴും ഉണ്ടാവാറ്. അയാൾക്ക് ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഫാമിലിയാണ് ഇവരൊക്കെ കൂടി ആക്ഷേപിക്കുന്നത്. അങ്ങനെ ഒരു ഉപ്പയെ കുറിച്ചിട്ടാണ് ഇവർ കള്ളം പറയുന്നത്. എനിക്ക് ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം ഉള്ള കേസാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ഈ കേസ് ഭയങ്കര ഇമോഷണലിയുള്ള കേസാണ്. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എനിക്ക് അവരെന്റെ ഫാമിലിയാണ്, അവരെന്റെ കുടുംബമാണ്. ഇപ്പൊ എന്റെ കുടുംബത്തിൽ നടന്നൊരു ക്രൈം പോലെയാണ് ഞാൻ ഇത് അന്വേഷിക്കുന്നത്. ഇതല്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് ഇവരാരും അറിയില്ല. ഇതിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരാള് പരിശുദ്ധമായ റമദാനാണ്. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നോമ്പ് നോക്കി നിന്നിട്ട് പറയണം, എനിക്ക് ഒരാളെയും ഈ റിഫ കേസിന് മുമ്പ് ഒരാളെയും എനിക്ക് അറിയില്ല. പക്ഷെ ഈ റിഫ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ്, റിഫ മരിക്കുന്നതിന് മുമ്പേ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ മൂന്നാർ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പോലീസിൽ അന്ന് ആ കേസ് ഹാൻഡിൽ ചെയ്ത CA അജിത് കുമാർ, അയാളോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. എങ്ങനെയൊക്കെ ഈ വിഷയത്തിന്റെ ക്രെഡിബിലിറ്റി നമുക്ക് പരിശോധിക്കാൻ പറ്റും, അതൊക്കെ ചെയ്തിട്ടുണ്ട്. മാനാസ് ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. അയാൾ നിങ്ങളെടുത്തുനിന്ന് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അയാളെ വിശ്വാസം, പക്ഷെ അയാൾ ഈ അടിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എല്ലാം പറയും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മകനെ വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ള ട്രോമ എന്താണ്? ഒന്ന്, ആ പെൺകുട്ടിക്ക് അറിയാം ജീവിതകാലം മനാസിനെ സഹിച്ച് ജീവിക്കേണ്ടി വരും. പക്ഷെ സഫ റിഫയെ പോലെയല്ല. സഫ കുറച്ചും കൂടി ബോൾഡാണ്. സഫ എന്ന് പറഞ്ഞാൽ രണ്ടു പറഞ്ഞാൽ അടിക്കുന്നു തോന്നുന്നൊരു ആളാണ്. റിഫ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ റിഫയെ കുറിച്ച് അന്വേഷിച്ചു, റിഫ പാവമാണ്. റിഫ, നിങ്ങൾ ആ വോയിസിൽ റിഫ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്തൊരവസ്ഥയാണെന്നറിയാം. ആ പെൺകുട്ടി സഹിച്ച, പെൺകുട്ടി ഏറ്റ പീഡനം, യാതന, അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഈ മാനാസിന്റെ ഉപ്പയുണ്ടല്ലോ, അയാൾ ഒരു തങ്കം പോലത്തെ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. മാനാസിന്റെ ഉപ്പ, അയാൾ ചിലപ്പോൾ എനിക്കെതിരെയും ഗതികേട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അയാൾ ഒരു തങ്കം പോലത്തെ മനുഷ്യനാണ്. മാനാസിന്റെ നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് നല്ലത് പറയാത്ത മനുഷ്യന്മാരുണ്ടാകില്ല. മാനാസിന്റെ നാട്ടിലെ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ അവനെ പിടിച്ചടിക്കാത്തതിന്റെ ഒറ്റ കാരണം ആ ഉപ്പയാണ്. അയാൾ നല്ല മനുഷ്യനാണ്. നമ്മളെ ഒരാൾ എതിരാണെന്ന് വിചാരിച്ചിട്ട് അയാളുടെ കുടുംബം നല്ലതല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ എനിക്കെതിരെ അടക്കം പറയാം, പക്ഷെ അയാൾ സ്റ്റിൽ, ഞാൻ ആ മനുഷ്യൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾ റിഫയെ സംരക്ഷിച്ചിട്ടുണ്ട്. മാനാസിന്റെ ക്രൂരമായ ആക്രമണങ്ങളിൽ റിഫയെ സംരക്ഷിച്ചത് അയാളാണ്. അയാൾക്ക് സൗണ്ട് ഇല്ല ആ ഫാമിലിയിൽ. അയാളെ സൗണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അവർ. അതേപോലെ തന്നെ ആ കുടുംബത്തിൽ നല്ലവരൊക്കെ ഉണ്ട്. നമ്മൾ ആ കുടുംബത്തിലേക്ക് പോകണ്ട. മാനാസ് എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്നൊരു ക്രൈമിൽ അയാളുടെ കുടുംബം എന്ത് വിളിച്ചു?